കൃത്യസമയത്ത് വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് തകർന്ന് മരിച്ച കുട്ടികളുടെ അമ്മ. തന്റെ മടിയിൽ കിടക്കുമ്പോൾ ഒരു കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. പലതവണ വിളിച്ചിട്ടും പ്രമോട്ടറും മെമ്പറും പ്രതികരിച്ചില്ലെന്നും അമ്മ ദേവി പറയുന്നുണ്ട്. അതേസമയം അപകടത്തിന് കാരണം ITDPയുടെ അനാസ്ഥയെന്ന വിമർശനവും ശക്തം. ITDP നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകൾ പാതി വഴിയിൽ പണി തീരാതെ കിടക്കുന്നുവെന്നാണ് ആരോപണം. ഇത് ITDP ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതാണ്ട് ഒരു 800ഓളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹഡ്കോ അതുപോലെ തന്നെ TSP ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ്. ഈ വീടുകളെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ബലക്ഷയം, ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഈ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ കഴിയുകയാണ്. ഈ കുരുന്ന കുട്ടികളെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടച്ചിടാൻ കഴിയില്ലല്ലോ. പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു, ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്, മറ്റേ ആൾ കുറച്ചങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. റോഡ് ബ്ലോക്കാണ്, റോഡവിടെ പണിത് കൊണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളത് എന്താ, ഇതുപോലെ വേറെ ഏത് കുട്ടിക്കും വരണ്ട. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ വിവരങ്ങളുമായി അരുൺ അലത്തൂർ ചേരുകയാണ്. അരുൺ, ആ അമ്മയുടെ വാക്കുകൾ ആരുടെയും ഹൃദയം തകർക്കുന്നതാണ്. കൃത്യസമയത്ത് വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഒരു കുട്ടിയെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്ന അമ്മ വളരെ നിസ്സഹായ അവസ്ഥയിൽ കണ്ണീരൊക്കെ വറ്റി പറയുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്ന് അരുൺ പറയും. രാഖി, തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ കരുവാര ഉന്നതിയിൽ അപകടം ഉണ്ടാവുന്നത്. ITDPയുടെ ഒരു വീട്, അത് 2016 ഫണ്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചതാണ്. അങ്ങനെ നിർമ്മാണം നിലച്ചു കിടക്കുന്ന ആ വീടിൻ്റെ ഒരു സ്ലാബ് ഇടിഞ്ഞ് വീണുകൊണ്ടാണ് 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. ആദി, അജ്നേഷ് എന്നീ 2 കുരുന്നുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഏതായാലും ആ സംഭവത്തിൽ ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മ ദേവി പറയുന്നത്, കൃത്യമായിട്ട് വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ഒരു കുട്ടിയെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഈ അപകടം നടന്ന് 2 കുട്ടികളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആദിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആദി പിടയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മെമ്പറേയും അതുപോലെ തന്നെ ട്രൈബൽ പ്രമോട്ടറേയും ഒക്കെ ബന്ധപ്പെട്ടിട്ടും വാഹനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. തുടർന്ന് അവർ അവിടെ നിന്നും ഒരു സ്കൂട്ടറിലും പിന്നെ ഒരു ബൈക്കിലും, ഈ 2 ഇരുചക്ര വാഹനങ്ങളിലായിട്ട് 8 കിലോമീറ്ററോളം ദൂരം ഇവരുമായി സഞ്ചരിച്ചതിന് ശേഷമാണ് പിന്നീട് വനം വകുപ്പിൻ്റെ ഒരു വാഹനം, ജീപ്പ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായത്. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ആശുപത്രി എത്തുമ്പോഴേക്കും 2 പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് ആ അമ്മ വളരെ ദുഃഖത്തോടെ പറയുന്നത്. ഏതായാലും അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിയിൽ ഈ വഴികളും അതുപോലെ തന്നെ കൃത്യമായിട്ട് യാത്രാ ദുരിതങ്ങളും ഇതിനു മുൻപും പുറം ലോകത്തെ എത്തിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇതേ ഊരിന് സമീപത്ത് വെച്ചാണ് ഒരു കുട്ടിയുടെ മൃതദേഹവുമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് വലിയ വാർത്തകളൊക്കെ നമ്മൾ നൽകിയതിന് ശേഷമാണ് പിന്നീട് ആ പല ഊരുകളിലേക്കും വഴി ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇവിടെ ഈ കൃത്യമായി വാഹനം ലഭിച്ചില്ല. ട്രൈബൽ പ്രൊമോട്ടറുടെയും മെമ്പറുടെയൊക്കെ ഭാഗത്തു നിന്ന് പ്രതികരണം, കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതിയും തന്നെയാണ് ആ മരിച്ച കുട്ടികളുടെ അമ്മ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ITDPയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളും മറ്റും പറയുന്നത്. കാരണം അവിടെ ITDPയുടെ പല വീടുകളും പാതി വഴിയിൽ നിലച്ച് കിടക്കും, നിർമ്മാണം പാതി വഴിയിൽ നിലച്ച് കാട് മൂടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അപകടകരമായ രീതിയിലാണ് പലയിടത്തും ഈ വീടുകളുള്ളത്. പലപ്പോഴും നമുക്കറിയാം, ഒരു വീട് നിർമ്മിക്കുന്നതിന് ചെറിയ തുക, ഒരു 3 ലക്ഷം രൂപയോ മറ്റോ ആണ് ഇവർക്ക് ലഭിക്കുന്നത്. 4 ലക്ഷത്തിലേറെ രൂപയുണ്ടെങ്കിലും പലപ്പോഴും കൃത്യമായിട്ട് തുക ഇവരിലേക്ക്, വനവാസി ജനങ്ങളിലേക്ക് എത്താത്ത സ്ഥിതിയുണ്ട്. അത് കരാറുകാരും മറ്റുമൊക്കെ പാതി വഴിയിൽ ഇതിൻ്റെ നിർമ്മാണം ഇട്ട് പോകുന്ന സ്ഥിതിയും, അവർക്ക് അവസാനം വീടും ലഭിക്കുന്നില്ല. ആ ഉള്ള വീടാണെങ്കിൽ അതിങ്ങനെ കാട് കയറി നശിക്കുന്നു. അത് ആ ITDPയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. അഥവാ
പാതി വഴിയിൽ നിർമ്മാണം നിർത്തിവെച്ചാൽ പിന്നീട് അപകടകരമായ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അവർ സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാത്തത് കൂടെയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള വലിയ ആരോപണവും ഉയരുന്നുണ്ട്. ഏതായാലും ഈ മരിച്ച കുട്ടികളുടെ അമ്മ ദേവി പറയുന്ന വാക്കുകൾ അത് നെഞ്ചുലയ്ക്കുന്നത് തന്നെയാണ്. തീർച്ചയായും ഒരു അമ്മയ്ക്കും അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. 2 കുട്ടികളെയാണ് അവർക്ക് നഷ്ടമായത്. ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറയുകയാണ് എന്നുള്ളതാണ്. അരുണാലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.